ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിങ്ങു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ടക്കുറുമയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. കുറുമ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 6 മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മുട്ടകളൊക്കെ ഒന്ന് വരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മസാലയൊക്കെ ഇതിനുള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ വേണ്ടത് 4 വലിയ സവാള ഇതുപോലെ മിക്സിയിലൊന്ന് അരച്ചെടുത്തേക്കാണ്. അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല, നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതുമാത്രമല്ല, സവാളയുടെ മൂക്ക് ഭാഗമില്ലേ അത് മാറ്റിയതിന് ശേഷം മാത്രമേ അരയ്ക്കാൻ പാടുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു കയ്പ്പ് വരും. പിന്നെ വേണ്ടത് തക്കാളിയാണ്. ഒരു ഇടത്തരം തക്കാളി ഞാനിതുപോലെ ചെറുതാക്കി അരിഞ്ഞു വെച്ചേക്കുകയാണ്. പിന്നെ വേണ്ടത് 6 പച്ചമുളക് നെടുകെ കീറിയതാണ്. അതുപോലെ 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഇത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉണ്ട്. പിന്നെ വേണ്ടത് പാലാണ് കേട്ടോ. ഞാനിവിടെ പശുവും പാലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇനി എങ്ങനെയാണ് കുറുമ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കടുകും കുറച്ച് പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക. പെരിഞ്ജീരകവും കടുകും പൊട്ടി തുടങ്ങുമ്പോൾ ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർക്കുന്നുണ്ട്. അതുപോലെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സവാളയൊക്കെ ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം, എന്നാൽ മാത്രമേ സവാളയുടെ പച്ചക്കുത്തൽ മാറി കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ കുറുമയിലേക്ക് നമുക്ക് മുളക് പൊടിയുടെ ഒന്നും ആവശ്യമില്ല. ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ സവാളയെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ പച്ച കുത്തൽ വരും. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഈ മസാല ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് വരെയെങ്കിലും ഇത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മസാലയിൽ നിന്നൊക്കെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടി, അതുപോലെ നല്ല കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ താറാമുട്ട എടുക്കാവുന്നതാണ്. മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ട ചേർത്തിട്ട് ഇളക്കുമ്പോൾ അധികം ഉടയാത്ത രീതിയിൽ വേണം ഇളക്കിയെടുക്കാനായിട്ട്. ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. മുട്ട ചേർത്ത് 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണമായിരിക്കും. ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഉപയോഗിക്കാം. അതുപോലെ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കുക. പാല് ചേർത്തതിന് ശേഷം അധികം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം 3-4 മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാകും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കാവുന്നതാണ്, എരിവും നോക്കാവുന്നതാണ്.
ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് 3-4 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതേ നമ്മുടെ മുട്ടക്കുറുമയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല കൊഴുപ്പോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടക്കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.